ഹിറ്റ്മാൻ ഡയറക്റ്റഡ് ബൈ റിച്ചർഡ്. സിനിമയുടെ ഈ ഒരു റിവ്യൂവിലേക്ക് കിടക്കണം മുന്നേ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ചെയ്യുക. ഇതിന് ആക്ഷൻ എന്ന് പറഞ്ഞ യാതൊരു സാധനം ഈ സിനിമയിലില്ല. കാരണം ഇതിന് മുന്നേ കുറച്ച് മുന്നൊക്കെ വേറെ കുറേ ഹിറ്റ്മാൻ മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു വേറൊരു തരത്തിൽ വേറൊരു ജോണറിൽ പോകുന്ന സിനിമയാണ്. അപ്പോൾ കുറേ സ്നൈപ്പർ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഹിറ്റ്മാൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിന് യാതൊരു ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സിനിമ തന്നെ അല്ലത്. ഇത് കംപ്ലീറ്റ്ലി വേറെ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ജോണർ തന്നെ കൊടുത്തിട്ടുള്ളത് റൊമാൻറ്റിക് ത്രില്ലറിന് അങ്ങനെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാനത് നോക്കിയിട്ടുണ്ടെങ്കില്ല. ഞാൻ ഹിറ്റ്മാൻ എന്നുള്ള ഒരു സിനിമേൻ്റെ പേര് കണ്ടപ്പോൾ ഞാനൊന്ന് കൊടുത്തൊന്ന് കണ്ടു നോക്കിയതാണ്. ആൻഡ് സിനിമ തീർത്തും ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാത്തൊരു ബുക്ക് അഡാപ്റ്റേഷൻ ആണെന്നും പറയുന്നുണ്ട്, ഇത് ശരിക്കും നടന്നിട്ടുള്ള സംഭവമാണെന്നും പറയുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഉണ്ടെന്ന് പറയുന്നുണ്ട്. വിക്കിപീഡിയയിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ബുക്ക് അഡാപ്റ്റേഷൻ, ഒരു മാഗസീൻ അഡാപ്റ്റേഷൻ അങ്ങനെ എന്തോ ആണെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ ഇതെന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമ ഇരുന്ന് കാണണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. കാരണം സിനിമ തീരെ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് രീതിയിലാണ് എനിക്ക് സിനിമ തോന്നിയിട്ടുള്ളത്. സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഈ കൊട്ടേഷൻ കൊടുക്കുമല്ലോ ഓരോ ആൾക്കാരെ. അതായത് ഇപ്പോൾ ശരിക്കുള്ള ഇതിലൊരു ആക്ടർ ഉണ്ട്, അപ്പോൾ മെയിൻ റോൾ ഉണ്ട്. ഈ മെയിൻ റോൾ ശരിക്കുള്ള ഒരു ഹിറ്റ്മാനാണ് എന്ന് വിചാരിച്ചത്. അതായത് കൊട്ടേഷൻ എടുത്തിട്ട് ആൾക്കാരെ തീർക്കുന്ന പരിപാടി അതാണല്ലോ ശരിക്കും ഹിറ്റ്മാൻ. അപ്പോൾ ഈ ഹിറ്റ്മാൻ ആണ് എന്നുള്ളതിന് വിചാരിച്ചു. അപ്പോൾ ഈ ക്യാരക്ടർ ശരിക്കും ഒരു അണ്ടർ കവറിൽ ജോലി ചെയ്യുന്ന ആളാവും. അപ്പോൾ ഇത് ഒരു പോലീസിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുടെ കൊട്ടേഷനിക്ക് പോണത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവിടെ തന്നെ നടക്കുന്ന സംഭവമാണ് സിനിമയിൽ പറഞ്ഞത്. പ്രഡിക്റ്റബിളാണ്. ഞാനിത് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിരിക്കുന്നത് ഇത് ആരെങ്കിലുമൊക്കെ കണ്ടുമുട്ടും, പിന്നെ അവിടെ പ്രേമാവും, അങ്ങനെയൊക്കെ ആവും എന്നുള്ളത് വിചാരിച്ചിരിക്കണം. പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് ഇന്ത്യത്തെ ഈ മെയിൻ റോൾ ഉണ്ടല്ലോ, ആ മെയിൻ റോളിൻ്റെ എനിക്ക് നടൻ്റെ പേര് ഞാൻ നോക്കിയിട്ടില്ല. ആ ആക്ടർ കിടിങ്ങനായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ ഓരോ ബോഡി ലാംഗ്വേജ് മാറുന്ന സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കണ്ട അധികം സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കിടിങ്ങനായിട്ടാണ് ഈ ആക്ടർ ഈ റോൾ ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൽ ഓരോ ആൾക്കാർ കൊട്ടേഷന് കൊടുക്കാൻ വരുന്ന സമയത്ത് പിന്നെ ഓരോ രൂപം മാറും, ഓരോ ബോഡി ലാംഗ്വേജ് മാറും, സംസാരിക്കുന്ന രീതി ഇതിൽ മാറുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മാറിയിട്ടാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് കാണുമ്പോൾ ഒരുമാതിരി ലുക്കാണ് ഇതിലെ ആക്ടർ, പക്ഷേ ഇതിൽ റഷ്യൻ ലുക്കിലേക്ക് മാറുന്നുണ്ട്. ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ട് കിടിലൻ ലുക്ക്. അത് ഞാൻ പറയാം, ബോഡി ലാംഗ്വേജ്. പിന്നെ ചില സമയത്ത് ഈ ആൾ തന്നെയാണ് ഈ അഭിനയിക്കുന്നത് എന്നുള്ള വരെ തോന്നി പോണ രീതിയിലേക്ക് ആ നോട്ടം, ആ ഭാവം, അങ്ങനത്തെ പല സംഭവങ്ങളും ഇതിൽ ഈ ആക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ മാത്രം ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ബാക്കിയുള്ളവർ മോശമാണെന്നുള്ളതല്ല, പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഇതേപോലെ എന്നാന്നുണ്ടെങ്കിൽ ഇത്ര അധികം പെർഫോം ചെയ്യാൻ ഉള്ള ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അത്ര തന്നെ സ്ക്രീൻ ടൈമും ബാക്കിയുള്ളവർക്ക് ഇല്ല. അപ്പോൾ പിന്നെ അത് സിനിമ പോയിട്ട് പെണ്ണിനെ കണ്ടുമുട്ടു, അതാണ് ഇതിൻ്റെ നായിക. പിന്നെ അവിടുന്ന് പ്രേമമായി, ഇതായി തീർന്നു, ഉണ്ടമറയിലായി, അങ്ങനെ ഒക്കെ കൂടി ഇങ്ങനെ സിനിമ പോണത്. ഇപ്പോൾ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കഥ ഉണ്ട്. പക്ഷെ അത് മേക്ക് ചെയ്ത് വന്നപ്പോൾ എവിടേക്കോ എനിക്ക് ലാഗ് ഉള്ളത് തോന്നി. സിനിമ ഒരു പരിധി വരെ സ്ലോ പേസ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. പിന്നെ അത് സ്ലോ പേസും കടന്ന് ഒരു ലാഗ് ആവണ രീതിയിലേക്ക് മാറി. കാരണം ഇയാളൊരു എക്സ് വൈഫ് ഉണ്ട്. എക്സ് വൈഫിനായിട്ടൊക്കെ സിനിമയുടെ ഒരു സമയത്ത് ഇങ്ങനെ സംസാരിക്കണമൊക്കെ സമയത്തും ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കണം മാത്രമൊക്കെ അവർ ചില സമയത്തൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നണത് ഇതിപ്പോൾ അങ്ങനെ വലിയൊരു സംഭവം ഒന്നുമില്ല. എനിക്ക് ആകെ ഇതിൻ്റെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ് മാത്രമാണ്. അതല്ലാതെ അതിൽ പിന്നെ അത് ഒരു മണിക്കൂറൊക്കെ ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള, കാരണം ഇതിലൊരു ഇൻട്രോഗേഷൻ സീൻ ഉണ്ട്. അതായത് ഈ കുറച്ച് സാധനങ്ങൾ ഈ ആൾ സീക്രട്ടായിട്ട് വെക്കും. ഈ ടീമിൻ്റെ ഇടയിൽ നിന്ന് ഈ മെയിൻ ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു സീക്രട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ വെക്കും. അപ്പോൾ ഈ ഒരു പെണ്ണിനെ ചോദ്യം ചെയ്യാൻ പോണ ഒരു സീനുണ്ട്. അത് അടിപൊളിയായി. നമ്മൾ ഫോണിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് പെണ്ണിനോട് എന്താ പറയേണ്ടതെന്ന് കാണിക്കണേ ഒരു കിട്ടിന് കുറച്ചൊരു സമയമുണ്ട്. ആ സമയം കുറച്ച് അത് ഭയങ്കര എൻഗേജിങ് ഒന്നല്ല, എന്നാലും കുറച്ചൊന്നും ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ കുറച്ച് സമയം പോകുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് മൂവി ഈസ് കുറച്ച് സമയം പിടിച്ചിരിക്കുന്നതാണ് ഞാൻ ആവറേജ് എന്ന് പറയുന്നത്. എല്ലാം തന്നെ ഡെഫിനറ്റ്ലി അതൊരു ബിലോ ആവറേജ് എന്ന് പറഞ്ഞിരുന്നു. വേറെ മലം കളിട്ടെന്നോ എന്നതിന് തീരെ കണ്ടിരിക്കാൻ പറ്റില്ലാന്നൊന്നല്ല. ബട്ട് എനിക്കതൊരു ആവറേജ് സിനിമ ആയിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ട് പോകുന്ന ഒരു ഇതാണ്. പിന്നെ അറിയില്ല, ബുക്ക് അഡാപ്റ്റേഷനാണ്. അതൊക്കെ ബുക്ക് അഡാപ്റ്റേഷൻ ആണോ ഇനി ഇത് ശരിക്കും നടന്ന സംഭവമാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. സിനിമേൻ്റെ ലാസ്റ്റ് ഓരോ ക്യാരക്ടറിന് ആ സ്ഥാനത്ത് തന്നെ ശരിക്കുള്ള ആൾക്കാരൊക്കെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ശരി ഉള്ളതാണെങ്കിൽ തന്നെ ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവർ ഈ പറയണമെന്നുള്ള ഒന്നും എനിക്കറിയില്ല. കാരണം ഓപ്പറേഷൻ വിക്കിപീഡിയയിൽ ഒന്നിനെ പറ്റി റിസർച്ച് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടില്ല ഇതെന്താണ് സംഭവം എന്നുള്ള അറിയാൻ. അപ്പോൾ എന്തായാലും ഒന്നെങ്കിലും ബുക്ക് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ശരിക്കും നടന്ന സംഭവം സിനിമ ആക്കി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ രണ്ടാണെന്നുണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ആവറേജ് ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് തോന്നുന്നില്ല ആരും സിനിമ കണ്ടിട്ട് ഭയങ്കര എൻ്റർടൈൻഡ് ആവും, ഭയങ്കര സംഭവമാവും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാം, ഇങ്ങനെ കണ്ടിരിക്കരുത്, എന്തോ സംഭവം ഇങ്ങനെ നടക്കരുത്, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ എന്തെടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ബുക്ക് അഡാപ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഞാൻ പറയാം ഗെയിം ഓഫ് ത്രോൺസ് ആണെന്നുണ്ടെങ്കിലും ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു ബുക്ക് അഡാപ്റ്റേഷൻ ആണ്. അപ്പോൾ അതൊക്കെ ഒരു വെബ് സീരീസിൻ്റെ അല്ലാതെ ഇതേപോലത്തെ പല സിനിമകളും ശരിക്കും നടന്നിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കുള്ള ഒരു ബുക്കിൻ്റെ അഡാപ്റ്റേഷനൊക്കെ വരുന്ന സമയത്ത് സിനിമേൻ്റേതായിട്ടുള്ള ഒരു എലമെൻറ്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റില്ല. അത് അതേപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സിനിമയായിട്ട് എൻഗേജ് ആയിട്ടിരിക്കില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമ ഏത് ജോണർ പറയുകയാണെന്നുണ്ടെങ്കിലും അത് എന്തോ ആയിക്കോട്ടെ, ക്രൈമാ എന്തെങ്കിലും ആക്ഷനാ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും
ആൾക്കാർ സിനിമ കാണുന്ന സമയത്ത് ബോറടിക്കാൻ പാടില്ല. പക്ഷേ ഇത് എനിക്ക് പല ഭാഗങ്ങളിലും ബോറടിച്ച്. ഇങ്ങനെ ചില സമയത്തൊക്കെ ഇങ്ങനെ എനിക്ക് ഞാൻ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഒരു ഇൻട്രോഗേഷൻ സീൻ ഉണ്ടല്ലോ, ആ സമയത്ത് കുറച്ചൊരു എൻഗേജിങ് ആയി തോന്നി എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ ഒരു എൻഗേജിങ് ആയിട്ട് ഇരുന്ന് ഇങ്ങനെ കാണാം അങ്ങനെയൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. സോ ഫോർ മീ ഇറ്റ് വാസ് എൻ ആവറേജ് എക്സ്പീരിയൻസ്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ഇസ് സാക്കിബ് ടോക്സ് സൈനിങ് ഔട്ട്.